കോലടി ദേശം അശ്വതി വേല. 3 ദിവസമായിട്ടാണ് നടക്കുന്നത്. ആദ്യത്തെ ദിവസം കോട്ടൂർ ദേശത്തിന്റെ രേവതി വേല, പിന്നെ അശ്വതി വേല, പിന്നെ 3-ാമത്തെ ദിവസം മുളന്താവ് ദേശത്തിന്റെ ഭരണി വേല. ഇപ്രാവശ്യം തിടം പറ്റുന്നത് നമ്മുടെ തൃശ്ശൂരിന്റെ സ്വന്തം ഊക്കൻസ് കുഞ്ചു. നമ്മുടെ കുഞ്ചു അമ്പലത്തിന് ചുറ്റും ഒരു പ്രാവശ്യം വലം വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങും. ഈ സമയം നമ്മുടെ ബാക്കി 6 ആനകളൊന്നും സ്പോട്ടിലേ ഉണ്ടാവില്ല. അതുകൊണ്ട് ആ 6 ആനകൾക്ക് കുറച്ച് നേരത്തെ ഒരു വെയിറ്റിംഗ് ഉണ്ടായി. പക്ഷെ അധികം നേരമൊന്നും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. ഈ 6 പേരും പെട്ടെന്ന് തന്നെ നെറ്റിപൊട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റായി കയറി വന്നു. പിന്നെ ഈ 7 ആനകളും കൂടെ റോഡിന്റെ ഒത്ത നടുക്കില് ഇങ്ങനെ ഒരു നിൽപ്പ. റോട്ടിലോടണം വണ്ടികൾക്ക് കുറവില്ലാത്തതുകൊണ്ട് അധികം നേരം ഇങ്ങനെ നിർത്താൻ പറ്റൂല. അതുകൊണ്ട് ഒരു 50 സെക്കൻഡെങ്കിലും അവിടെ നിർത്തിയിട്ട് പിന്നെ അവിടുന്ന് തിരൂർ അമ്പലത്തിലേക്കുള്ള നടത്തങ്ങ് തുടങ്ങി. ഈ നടത്തത്തിന്റെ ഇടയിൽ പിറ്റ് സ്റ്റോപ്പ് പോലെ കുറച്ച് സ്ഥലത്ത് പറകളൊക്കെ വെച്ചിട്ടുണ്ടാവും. ഈ 4-5 എണ്ണൊക്കെയുള്ള ചെറിയ പറകൾ തൊട്ട് 101 എണ്ണമുള്ള പറകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ പറകളുടെ അടുത്തേക്ക് തിടം പേറ്റിയ ആന, അതായത് നമ്മുടെ കുഞ്ചുമാണ് പറ എടുക്കാൻ ചെല്ലണത്. ചില സ്ഥലത്ത് കുഞ്ചു പറയെടുക്കണ സമയത്ത് സൈഡിൽ കൂടെ തുമ്പിക്കൈ നീട്ടി നമ്മുടെ ഗഡികൾ വരും. കുഞ്ചുവിന്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോണതെങ്കിലും എനിക്ക് കിട്ടണ ഭഗവാനേന്നും പറഞ്ഞുകൊണ്ട് സംഭവം മുന്നിൽ ഇങ്ങനെ ഒരു ബൊഫേ സെറ്റ് ചെയ്ത് കാണുമ്പോ എത്രയൊന്നും വെച്ചിട്ടാ പിടിച്ചിക്ക. ഇവിടെയാണ് 101 പറകള്. ഏകദേശം പകുതിയോളം ദൂരം കഴിഞ്ഞിട്ടാണ് ഈ സ്ഥലം വരുന്നത്. എല്ലാ വർഷവും ഞങ്ങളത് ഇവിടം വരെ വരാറുള്ളൂ. ഒരു 2 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഇവിടുത്തെ പറയെടുപ്പൊക്കെ കഴിഞ്ഞ് പതുക്കെ ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് തിരിക്കും.